Welcome dear learners to Niels Academy Scientific Officer Biology. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൈക്കോളജിയുടെ ക്ലാസിഫിക്കേഷനും ഡിവിഷനും ഒക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ആ മോഡ്യൂളിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കായ പ്ലാന്റ് പാത്തോളജിയിലെ കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കാം. ഓക്കെ, അപ്പൊ പ്ലാന്റ് പാത്തോളജി അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഫൈറ്റോപാത്തോളജി. അപ്പോൾ ദാറ്റ് ഇസ് പ്ലാന്റ് ഡിസീസസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പ്ലാന്റ് പാത്തോളജിയിൽ നടക്കുന്നത്. അപ്പൊ പ്ലാന്റ് പാത്തോളജിയിൽ വേരിയസ് ടെക്നിക്സ്, മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഒക്കെ കൂടുതൽ നടക്കുന്നുണ്ട്. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ എന്താണ് ഡിസീസ് ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ഏജൻസ്. അപ്പൊ ഈ ഡിസീസ് കോസിങ് ഏജൻസിനെയാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. വാട്ടർ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ് ഏജൻസ്. അപ്പൊ ഈ ഡിസീസ് കോസിങ് ഏജൻസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാത്തജൻസ്, വേരിയസ് പാത്തജൻസ് എന്ന് പറയുന്നത് ഫംഗസ് പാത്തജൻസ് ആണ്. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ബാക്ടീരിയ, വൈറസ്, ദെൻ മൈക്കോപ്ലാസ്മ, എനി ഓർഗാനിസം ദാറ്റ് ആർ കോസിങ് ഡിസീസസ് ടു പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിൽ ഡിസീസസ് ഉണ്ടാക്കുന്നതിന് പാത്തജൻസ് എന്ന് പറയും. അപ്പൊ ഈ പാത്തജൻസ് വിൽ ഡെവലപ്പ് സർട്ടൻ സിംറ്റംസ് ഓൺ ദീസ് പ്ലാന്റ്സ്. അപ്പൊ ഈ പ്ലാന്റ്സിൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ സിംറ്റംസ് എങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാവുക? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദി ഹോസ്റ്റ് പ്ലാന്റ് ഫ്രം ദി നോർമൽ സ്റ്റാറ്റസ് ആഫ്റ്റർ ഇൻഫെക്ഷൻ വിത്ത് എ പാത്തജൻ ഇസ് കോൾഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് എ ഡിസീസ്. ഒരു പ്ലാന്റ് ഡിസീസ്ഡ് ആയി എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ പ്ലാന്റിൽ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ, അല്ലെ? അപ്പൊ ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് വളരുന്നു, അതിന് കളറിനോ അതായത് ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല ഈൽഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നോർമൽ ഗ്രോത്ത് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് പ്ലാന്റ് ഇസ് ഹെൽത്തി. അല്ലെങ്കിൽ മറ്റ് മോർഫോളജിക്കൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ പാത്തജൻസ് ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്, സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ഓഫ് ഡിസീസസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേരിയസ് symptoms are there in plants. അപ്പൊ പല പല സിംറ്റംസ് ഉണ്ട്. അപ്പൊ ഈ സിംറ്റംസിന് ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചേഞ്ചസ് എന്ന് വെച്ചാല് സൈസിൽ ചേഞ്ച് ഉണ്ടാവും, കളറിൽ ചേഞ്ച് ഉണ്ടാവും, അപ്പൊ ആ ടെക്സ്ചർ പ്ലാന്റിന്റെ, അപ്പൊ എവിടെയാണ്, ഏത് ടിഷ്യൂനെയാണ് ഇൻഫെക്ട് ചെയ്തിരിക്കുന്നത്, അപ്പൊ ആ ഡിസീസ് പ്ലാന്റിൽ ഓരോരോ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറെ സിംറ്റംസ്, ചിലപ്പം ഈ പറയുന്ന ഒരു സിംറ്റം ആയിരിക്കില്ല കാണുക, പല പല സിംറ്റംസ് പ്ലാന്റ്സിൽ എക്സിബിറ്റ് ചെയ്യും. അപ്പൊ കുറെ സിംറ്റംസ് എല്ലാം കൂടി ചേർന്നെങ്കിൽ അതിനെ ഡിസീസ് അല്ലെങ്കിൽ സിംറ്റം എന്ന് മാത്രമല്ല പറയാ, ഇറ്റ് വിൽ ലീഡ് ടു സിൻഡ്രോം എന്നാ പറയാ. ഇപ്പം പിന്നെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇതേ കണ്ടില്ലേ, പല സിംറ്റംസ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നുണ്ട്. ഓരോരോ സിംറ്റംസും മോസ്റ്റ്ലി ഡിസീസ് സ്പെസിഫിക് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി കോമൺലി കാണുന്ന പ്ലാന്റ് ഡിസീസസ് അല്ലെങ്കിൽ അതിൽ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സ്പോട്ട്. ആ പേര് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, സ്പോട്ട് എന്ന് പറഞ്ഞാൽ സ്പോട്സ് ആർ നെക്രോട്ടിക് സിംറ്റംസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ്, സൈസ് ആൻഡ് കളേഴ്സ്. ദേ മേ ബി ഐസൊലേറ്റഡ് ഓർ മേ കോലസ് ഇൻ ദ ലേറ്റർ സ്റ്റേജ്. അപ്പൊ അതേ കണ്ട സ്പോട്ട് ലീഫിലൊക്കെ ഇങ്ങനെ ഒരു പുള്ളികൾ കണ്ടിട്ടില്ലേ? ബേബി ഡാർക്ക് ബ്രൗൺ, റെഡ്, ബ്ലാക്ക്, ഗ്രേ കളറിലൊക്കെ സ്പോട്ട് ഉണ്ടാവും. അതിനെയാണ് സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെ നെക്രോസിസ് സംഭവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സ്പോട്ട് ഉള്ളിടത്ത് അവിടുത്തെ ടിഷ്യൂസ് അല്ലെങ്കിൽ എല്ലാം ചത്തുപോയി കാണും. അതിനാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് കോമൺലി കാണുന്ന ഒരു സിംറ്റം ആണ് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ബ്ലൈറ്റ്. ഈ ബ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടനെ തന്നെ ഈ പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ റാപ്പിഡ്ലി കിൽസ് ദി ഫോളിയേജ്, ബ്ലോസം ആൻഡ് അതർ എബോവ് ഗ്രൗണ്ട് പാർട്സ് ഓഫ് ദി ഹോസ്റ്റ്. കേട്ടോ, മോസ്റ്റ്ലി ടൊമാറ്റോ, പാഡി, പിന്നെ ഫ്രൂട്ട്സിലൊക്കെ കൂടുതലും ബ്ലൈറ്റ്സ് സംഭവിക്കുന്നതാണ്. ബ്ലൈറ്റ്. ദ നെക്സ്റ്റ് ഇസ് വിൽട്ടിംഗ്. എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ വിൽട്ടിംഗ് ഉണ്ട്, പാത്തോളജിക്കൽ വിൽട്ടിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കാൻ പോകുന്ന പാത്തോളജിക്കൽ വിൽട്ടിംഗ്. ഇപ്പൊ കണ്ടില്ലേ, ഈ ചെടി എങ്ങനെയാ നിൽക്കുന്ന, നല്ല ആരോഗ്യത്തെയാണോ നിൽക്കുന്നത്, അല്ലല്ലോ വാടിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ദിസ് ഈസ് ഡ്യൂ ടു പാത്തോളജിക്കൽ വിൽട്ടിംഗ്. അപ്പൊ ഈ വിൽട്ടിംഗ്, വാട്ടം, അത് തന്നെയാണ് ഈ വിൽട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ വിതറിംഗ് അല്ലെങ്കിൽ ഡ്രൂപ്പിംഗ് ഓഫ് പ്ലാന്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം സം ലീവ്സ് ടു ഗ്രോയിങ് ടിപ്പ് ഒക്കേഴ്സ് സഡൻലി ഓർ ഗ്രാജുവലി.
അങ്ങനെ വിൽട്ടിങ് നടക്കും. അപ്പൊ ഈ വിൽട്ടിങ്, ഫിസിയോളജിക്കൽ വിൽട്ടിങ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം പ്ലാന്റിന്റെ റൂട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, വാട്ടർ അബ്സോർബ് ചെയ്ത് അത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു അല്ലെ. അപ്പം ഇൻ സം കേസസ് ഡ്രോട്ട് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിന് വെള്ളം ഒന്നും വേണ്ടത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് വാടിപ്പോവും അല്ലെ. അപ്പം അത് കഴിയുമ്പം നമ്മൾ പിന്നെ വരണ്ട് നിൽക്കുന്ന ചെടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇറ്റ് ബിക്കംസ് നോർമൽ അല്ലെ, റീഗെയിൻ അതിന്റെ നോർമൽ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് ഫിസിയോളജിക്കൽ വിൽട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാത്തോളജിക്കൽ വിൽട്ടിംഗ് സംഭവിച്ചത് ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു, അല്ലെങ്കിൽ അത് ബാക്ക് ടു ദാറ്റ് കണ്ടീഷനിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെ ആ വിൽട്ടിംഗ് എന്ന് എന്തുകൊണ്ടാ വരാത്തത്, ഇവിടെ ഹിയർ വിൽട്ടിംഗ്, ഈ വിൽട്ടിംഗ് കൊണ്ട് ബ്ലോക്കേജ് ഇൻ ദ ട്രാൻസ്ലൊക്കേഷൻ സിസ്റ്റം, അതായത് ഈ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ബ്ലോക്ക് ആയിരിക്കുകയാണ് ചെയ്യുന്നത്, മെയിൻലി ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് സർട്ടൻ പാത്തജൻസ്. അങ്ങനെയുള്ള വിൽട്ടിംഗ്, അതിനെയാണ് വിൽട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഇസ് റോട്ട്. റോട്ട് കണ്ടില്ലേ, ഇത് ഇങ്ങനെ അഴുകുന്നത്, ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻ ഇസ് ഡ്യൂ ടു റാപ്പിഡ് ഡെത്ത് ആൻഡ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിസൻറ്റിഗ്രേഷൻ ഓഫ് എവിടെയാണോ ഈ റോട്ട് ബാധിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ അഴുകിപ്പോവും. ജിഞ്ചർ, പിന്നെ വെജിറ്റബിൾസ്, അതുപോലെ ഈ കോം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴുകി പോകുന്നത് കണ്ടില്ലേ, ലീഫിലും റൂട്ടിലും സ്റ്റെമ്മിലും എല്ലാം റോട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മോസ്റ്റ്ലി ദീസ് റോട്ട് ആർ കോസ്ഡ് ബൈ ഫംഗസും ബാക്ടീരിയയും ആണ് ഇത് റോട്ട് ഉണ്ടാക്കുന്നത്. ക്ലിയർ? റോട്ട് എന്തെന്ന്. ദെൻ നെക്സ്റ്റ് ഇസ് ഗാൾ. ഗോൾ ഫോർമേഷൻ എന്ന് വെച്ചാല് ഹിയർ അത് കണ്ടില്ലേ, ഈ സ്റ്റെമ്മില് അല്ലെങ്കിൽ ലീഫിലൊക്കെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ദാറ്റ് വാട്ട് എന്ന് പറയും, വാട്ട് ലൈക്ക് ഗ്രോത്ത് appears on the leaf, അല്ലെങ്കിൽ ഈ സ്റ്റെമ്മില് ലോവർ ബ്രാഞ്ചസിൽ അവിടെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഉരുണ്ട് ദാറ്റ് ഈസ് സ്പോട്ട് ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഫോം ചെയ്യാൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഗോൾസ്. ഓക്കെ, അപ്പൊ ഗോൾ എന്താണ്. ദെൻ നെക്സ്റ്റ് ഇസ് കാങ്കർ. കാങ്കർ എന്ന് പറഞ്ഞാല് ഇവിടെ വലിയ നെക്രോട്ടിക് ലീഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ കണ്ടില്ലേ, ദാറ്റ് ഈസ് അത് സിട്രസ് കാങ്കർ ആണ്. മോസ്റ്റ്ലി സിട്രസ് ഫ്രൂട്ട്സിലൊക്കെയാണ് ഈ കാങ്കർ ഡെവലപ്പ് ചെയ്യുന്നത്. കാങ്കർ അപ്പൊ ഈ എന്താ മെയിൻലി എന്താ ബാർക്ക്, കോർട്ടെക്സ്, സ്റ്റെം, അവിടെ എല്ലാം കാങ്കർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് ദാറ്റ് ഈസ് ദ കോർട്ടിക്കൽ ടിഷ്യൂസ് ഓഫ് ലീവ്സ്, കോർട്ടിക്കൽ ടിഷ്യൂസ് ഓഫ് സ്റ്റെം, ലീവ്സ് ഓഫ് ഫ്രൂട്ട്സ്, അൾട്ടിമേറ്റ്ലി റിസൾട്ടിങ് ഇൻ ദി കോർക്കി ഔട്ട് ഗ്രോത്ത്. അവിടെ ഒരു ഈ നോർമലി ഉള്ള സ്റ്റെമ്മ് അല്ലെങ്കിൽ നോർമലി ഉള്ള ഫ്രൂട്ടിന്റെ മീൻ സ്റ്റെമ്മിന്റെ ബാർക്ക് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഫ്രൂട്ട് അവിടെ എല്ലാം ആ ലീഫിലും എന്തെന്നാ ഒരു കോർക്കി ഔട്ട് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് കാങ്കർ. ഓക്കെ, നെക്രോട്ടിക് ലീഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദിസ് ഇസ് കാങ്കർ, സിട്രസ് കാങ്കർ. കോമൺ ആയിട്ട് അത് ബാക്ടീരിയ ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സിംറ്റം ഇസ് ഗമോസിസ്. ഗമോസിസ് എന്ന് പറയുന്നത് ഇപ്പം മോസ്റ്റ്ലി വുഡി പ്ലാന്റ്സ് അല്ലെങ്കിൽ ബാർക്കില് സ്റ്റെമ്മിലൊക്കെ അവിടെ എന്തെങ്കിലും ക്രാക്ക് ഒക്കെ ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് സാപ്പ്, മാവിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അവിടെ സാപ്പ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്നത് സെൽ സാപ്പ് ഇങ്ങനെ പുറമേക്ക് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്നു. ചിലതെല്ലാം അത് ഈ എന്താണ് ബെനിഫിഷ്യൽ ആണ്. ഫോർ എക്സാമ്പിൾ അസഫോയിറ്റഡ് അങ്ങനെയുള്ളതെല്ലാം. അപ്പം ചിലത് ഈ യൂഷ്വലി ചില ഫാമിലിയിൽ കാണുന്നതാണ് ഇങ്ങനെ സാപ്പ് ഊസ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫിനോമിനിയാണ് ഗമോസിസ് എന്ന് പറയുന്നത്. ചില ഡിസീസ് ഉണ്ടാക്കുമ്പോൾ ഈ ഗമോസിസ് ഡെവലപ്പ് ചെയ്യും. ദിസ് ഇസ് എ സിംറ്റം ഓഫ് ഗമോസിസ്. ഗമോസിസ് അപ്പൊ ഇങ്ങനെ ഇത് ഊസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സോളിഡ് ആയിട്ട് ഇപ്പൊ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഈ ദിസ് സാപ്പ് ഇങ്ങനെ പുറമേക്ക് ഒഴുകി വന്ന് അതിങ്ങനെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഇൻസോളിബിൾ ആയിട്ടായിരിക്കും കാണുന്നത്. വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരില്ല. നെക്രോസിസ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, സ്പോട്ട് പറഞ്ഞപ്പം. അപ്പൊ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, സീത കണ്ടില്ലേ, ഇത് സ്പോട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ ദാറ്റ് ഈസ് ടിഷ്യൂസ് ഒക്കെ ഡൈ ആയിപ്പോയി, ടിഷ്യൂസ് എല്ലാം നശിച്ചു പോയി. പിന്നെ മാത്രമല്ല പെട്ടെന്ന് ഇറ്റ് ഇസ് വെരി മച്ച് ഡിസ്ട്രക്റ്റീവ് ആണ് ഈ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ. ഇത് മോസ്റ്റ്ലി കോസ്ഡ് ബൈ ഫംഗസ് ആണ്. ദാറ്റ് ഈസ് ഫംഗൽ ഡിസീസ് ആണ് നെക്രോസിസ് എന്ന് പറയുന്നത്. ഇത് എന്തെന്നാ ഈ
പിന്നെ കൂടാതെ വൈറസസും ബാക്ടീരിയയും ഒക്കെ നെക്രോസിസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഈ സെന്ററിലുള്ള ടിഷ്യൂസ് ഒക്കെ ചത്തു പോകുന്നത് കൂടാതെ റൗണ്ട് ഒരു ഹാലോ പോലെ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ അതാണ് നെക്രോസിന്റെ സിംറ്റം. Okay, it is also known as dead spot. Dead spot. അടുത്തതാണ് ക്ലോറോസിസ്. ക്ലോറോസിസ് ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലോറോഫില്ലൊക്കെ വേണ്ട പോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, ഗ്രീൻ കളർ ഗ്രീൻ പിഗ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്ന സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഗ്രീൻ നോർമൽ ഗ്രീൻ കളർ ആയിട്ടായിരിക്കും കാണുന്നത്. ക്ലോറോസിസ് എന്ന് പറയുമ്പോൾ നോർമൽ പിഗ്മെന്റ്സ് അല്ല, ഇത് ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഗ്രീൻ കളർ കാണില്ല. ഗ്രീൻ കളർ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് യെല്ലോ. അപ്പൊ അങ്ങനെ യെല്ലോ പിഗ്മെന്റ് പ്രോമിനന്റ് ആയിട്ട് കാണും. അതിനെയാണ് ക്ലോറോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലോറോസിസ്. ക്ലോറോസിസ് എന്തെന്ന് മനസ്സിലായില്ലേ? Then next symptom is smut. Smut. ഇതാ കണ്ടില്ലേ? സ്മട്ട് ഫംഗസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് റസ്റ്റ്, സ്മട്ട്, മൈൽഡ്യൂ എന്നൊക്കെ പറയുന്നത്. ഫംഗൽ ഡിസീസസ് ആണ് സ്മട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സൂട്ടി അല്ലെങ്കിൽ ഒരു ചാർക്കോൾ ലൈക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ പർപ്പിളിഷ് ബ്ലാക്ക് ഡസ്റ്റ് ലൈക്ക് മാസസ്, പിന്നെ പൊടി പൊടി പോലെ ചില വെജിറ്റബിൾസ് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കുറെ നാളത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കുമ്പോൾ പൊടി ഇങ്ങനെ ചാർക്കോൾ ലൈക്ക് പൗഡർ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? ദാറ്റ് ഇസ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് സ്മട്ട് ഉണ്ടായിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് സൂട്ടി അല്ലെങ്കിൽ ചാർക്കോൾ ലൈക്ക് പൗഡറി മാസസ് ഫോം ചെയ്തിട്ടുണ്ടാവും പ്ലാന്റ്സിൽ, മോസ്റ്റ്ലി ബൈ ദി ഇൻഫെക്ഷൻ ഓഫ് ഫംഗസ്. ഫംഗസ് ഫ്രൂട്ട്സിൽ പിന്നെ അതുപോലെ ഫ്ലോറൽ ഓർഗൻസിൽ എല്ലാം കാണുന്നതാണ്. ഫംഗസ് ഉണ്ടാക്കുന്നതാണ് ഈ സ്മട്ട്. യുസ്റ്റിലാഗോ, ടിലിവെറ എന്നൊക്കെ പറയുന്ന ഫംഗസ് ആണ് കോമൺലി സ്മട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, സ്മട്ട് എന്തെന്ന് മനസ്സിലായല്ലോ? ഇങ്ങനെ ചാർക്കോൾ ലൈക്ക് പൗഡറി മാസസ് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റസ്റ്റ്. റസ്റ്റ്, RUST, റസ്റ്റ് അല്ലെ? ആ പേര് പറയുന്ന പോലെ തന്നെ റസ്റ്റിന്റെ കളർ എന്താണ്? തുരുമ്പ് അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു റസ്റ്റ് കളർ കാണുന്നില്ലേ ഈ ലീഫില്? അപ്പൊ ഹിയർ ന്യൂമറസ് സ്മോൾ പസ്റ്റ്യൂൾസ് അല്ലെങ്കിൽ പസ്റ്റ്യൂൾ ഔട്ട്ഗ്രോത്ത് through host epidermis which gives an rusty appearance of the affected part. അപ്പൊ ഈ ഫംഗസ് മെയിൻലി റസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ സ്മോൾ അല്ലെങ്കിൽ യെല്ലോ, ഡാർക്ക് ബ്രൗൺ പസ്റ്റ്യൂൾസ് അല്ലെങ്കിൽ ഈ പൗഡറി മാസസ് ഓഫ് സ്പോർസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ സ്പോർസിന്റെ ഇങ്ങനെ പൗഡർ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലെല്ലാം ബ്രൗൺ കളർ പൗഡർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പൗഡർ നമ്മുടെ കയ്യിലെല്ലാം ആവും. അപ്പൊ അങ്ങനെയുള്ള പസ്റ്റ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് റസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാമ്പിംഗ് ഓഫ്. ഡാമ്പിംഗ് ഓഫ് ഞാൻ പറഞ്ഞിരുന്നു പിത്തിയം എടുത്തപ്പോ. അപ്പൊ ഡാമ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ്ലി യങ് സീഡ്ലിങ്ങിനെ അഫക്ട് ചെയ്യുന്നതാണ് ദിസ് ഡാമ്പിംഗ് ഓഫ്. ഡാമ്പിംഗ് ഓഫ് ഇസ് എന്താ കണ്ടില്ലേ? ഏതായിരുന്നു ഡാമ്പിംഗ് ഓഫ് കോസ് ചെയ്യുന്ന ഫംഗസ്? ഓർമ്മയുണ്ടോ? പിത്തിയം സ്പീഷീസുകളെല്ലാം പിത്തിയം ഡീബാർ ചെയ്യാനും കോമൺലി. അപ്പം ഡാമ്പിംഗ് ഓഫ് ഇത് യങ് സീഡ്ലിങ്സ് ഇങ്ങനെ എന്തെന്നാ റിസൾട്ട്സ് ഇൻ ദി ടോപ്ലിംഗ് ഡൗൺ ആൻഡ് അൾട്ടിമേറ്റ് ഡെത്ത് ഓഫ് യങ് സീഡ്ലിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയാണ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത്. ക്ലിയർ? ദീസ് ആർ ദി വേരിയസ് സിംറ്റംസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ സിംറ്റംസ്? അപ്പൊ സിംറ്റംസ് കോമൺ സിംറ്റംസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇപ്പൊ നോക്കിയിരുന്നത്. അപ്പൊ ഈ സിംറ്റംസ് കണ്ടിട്ട് അപ്പൊ ഏത് സിംറ്റംസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില പ്ലാന്റ്സിൽ കൂടുതൽ സിംറ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ചില സിംറ്റംസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റംസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാറുണ്ട് പ്ലാന്റ്സിൽ ബേസ്ഡ് ഓൺ ദി പാത്തജൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്.
ഓക്കെ, സിംറ്റംസ് ആദ്യം പറയുന്നത് നമുക്ക് ഡിസീസസ് നെ കുറിച്ച് അറിയണമെങ്കിൽ വാട്ട് ഓൾ സിംറ്റംസ് ആർ ഡെവലപ്ഡ് ബൈ ഈച്ച് അല്ലെങ്കിൽ സ്പെസിഫിക് കോസേറ്റീവ് ഓർഗാനിസംസ് എന്ന് അറിയണമെങ്കിൽ സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ നമുക്ക് കുറച്ച് ഡിസീസസ് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ, അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ബ്ലാസ്റ്റ് ഓഫ് പാഡി. പാഡി നമ്മുടെ കോമൺലി കാണുന്ന പ്ലാന്റ് ആണ് പാഡി. അപ്പൊ പാഡിയിൽ പല ബാക്ടീരിയൽ ഡിസീസസ്, ഫംഗൽ ഡിസീസസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ പഠിക്കാനുള്ള ഫംഗൽ ഡിസീസ് ആണ് ബ്ലാസ്റ്റ് ഓഫ് പാഡി. ബ്ലാസ്റ്റ് ഓഫ് പാഡി. ആൻഡ് ഇതിൽ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസീസ് അതിന്റെ പേര്, ദെൻ ഇറ്റ്സ് കോസേറ്റീവ് ഓർഗാനിസം. അപ്പൊ ബ്ലാസ്റ്റ് ഓഫ് പാഡി ഈസ് കോസ്ഡ് ബൈ പൈറിക്കുലേറിയ ഒറേസെ. പൈറിക്കുലേറിയ ഒറേസയാണ് ബ്ലാസ്റ്റ് ഓഫ് പാഡി കോസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിംറ്റംസ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം കണ്ടോ, ഇവിടെ ലീഫിന്റെ ഇതിലെ ലീഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇലോങ്ങേറ്റഡ് സ്പോട്സ് ആർ സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ഗ്രേ ഓർ വൈറ്റ് സെൻട്രൽ പാർട്ട് ആൻഡ് ബ്രൗണിഷ് അല്ലെങ്കിൽ റെഡിഷ് ബോർഡർ കാണാൻ പറ്റും. പിന്നെ അതിന്റെ റാച്ചസ്, ഇൻഫ്ലോറസൻസ് ഒക്കെ അഫക്റ്റഡ് ആയിരിക്കും. ഷ്രിവൽഡ് ക്ലംസ്, പാനിക്കളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ സിംറ്റം, ബ്ലാസ്റ്റ് ഓഫ് പാഡിയുടെ സിംറ്റംസ്. എക്സാമ്പിൾ അല്ല, സോറി നോട്ട് എക്സാമ്പിൾ. അപ്പം ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പൈറിക്കുലേറിയ ഒറേസെ. പിന്നെ ഈ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ പാത്തോളജിയിൽ ഇതിന്റെ ഡിസീസ് കോസേറ്റീവ് ഓർഗാനിസംസ്, അതിന്റെ സിംറ്റംസ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ്, അതാണ് നോക്കേണ്ടത്. ഓക്കെ, കൺട്രോൾ മെഷേഴ്സ് അപ്പൊ ഈ ഇതിനെ നമുക്ക് പ്ലാന്റിന്റെ ഡിസീസസ് ഒന്ന് രക്ഷിക്കണം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെയിൻലി ബൈ സ്പ്രേയിങ് ഓർഗാനോ മെർക്യൂറിക് ഫംഗിസൈഡ്സ്. ഫംഗിസൈഡ്സിന്റെ പേര് ബ്ലിറ്റോക്സ്. പിന്നെ ഫീൽഡ് സാനിറ്റേഷൻ, റിമൂവൽ ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ്. പിന്നെ അതുപോലെ റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് ബ്ലാസ്റ്റിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസിനെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലാസ്റ്റ് ഇല്ലാതെ നമുക്ക് റൈസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? ബ്ലാസ്റ്റ് ഓഫ് പാഡി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്? ഫംഗസ് ആണ്, പൈറിക്കുലേറിയ ഒറേസെ ആണ്. നെക്സ്റ്റ് ഡിസീസ് ഇസ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. അപ്പൊ കോമൺലി ബനാനയിലൊക്കെ കാണുന്ന ഡിസീസ് ആണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ആൻഡ് ദ ഡിസീസ് ഇസ് കോസ്ഡ് ബൈ എ വൈറസ് ബഞ്ചി ടോപ്പ് ബനാന വൈറസ്. ഓക്കെ, ബനാന ബഞ്ചി ടോപ്പ് വൈറസ് എന്ന് പറയും. അപ്പൊ ദിസ് വൈറസിന്റെ പേരാണ് ബഞ്ചി ടോപ്പ് ഓഫ് വൈറസ് അല്ലെങ്കിൽ ബനാന ബഞ്ചി ടോപ്പ് വൈറസ്. വൈറൽ ഡിസീസ് ആണ്, ഓർത്തിരിക്കുക. ആൻഡ് പിന്നെ ഇതിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തെറ്റിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ ഈ വൈറസിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ബനാന അഫിഡ് ഉണ്ട്. ദാറ്റ് ഇസ് പെന്റലോണിയ നൈഗ്രോനെർവോസ എന്ന് പറയുന്ന അഫിഡ് ആണ്. അത് കോസേറ്റീവ് ഓർഗാനിസം അല്ല. കോസേറ്റീവ് ഓർഗാനിസം ഇസ് വൈറസ്. ക്ലിയർ? അഫിഡ് അതായത് ഇതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഈ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ആര്? അഫിഡ്. അതിന്റെ പേരാണ് പെന്റലോണിയ നൈഗ്രോനെർവോസ. ക്ലിയർ? പെന്റലോണിയ നൈഗ്രോനെർവോസ. അപ്പൊ ഈ വൈറസ് ഇൻഫെക്ട് ചെയ്ത പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ? ബഞ്ചി ടോപ്പ്, ഇങ്ങനെ ഷോർട്ട് സൈസ്ഡ് ആയിരിക്കും. ലീവ്സ് എല്ലാം കൂടെ ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്തിട്ട്, ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റേർഡ് ലീവ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പ്ലാന്റ്സ്. ലുക്ക്, അങ്ങനെ ഒരു ബഞ്ചി അപ്പിയറൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പിയറൻസ് ഓഫ് ഡാർക്ക് ഗ്രീൻ ബ്രോക്കൺ സ്ട്രീക്സ് ഓൺ ദി leaf veins, midribs, petioles and pseudostem കാണാൻ പറ്റും. Leaves at the apex of the plant become short, narrow with chlorotic, brittle margins and tend to curl upwards. Clear? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. അപ്പൊ ഈ ബഞ്ചി ടോപ്പ് ബനാനാനെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ മോസ്റ്റ്ലി ഇറ്റ് കൺട്രോൾഡ് ബൈ കെമിക്കൽ കൺട്രോൾ. അപ്പൊ ഈ അഫിഡ് അല്ലേ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അഫിഡിനെ ആദ്യം കൺട്രോൾ ചെയ്യുക. അപ്പൊ അഫിഡിനെ കൺട്രോൾ ഓഫ് അഫിഡ് വെക്ടർ ബൈ യൂസിങ് ദി ഇൻസെക്ടിസൈഡ് കാർബൈൽ പറയുന്ന ഇൻസെക്ടിസൈഡിനെ വെച്ചിട്ട് ഈ അഫിഡിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻഫെക്റ്റഡ് പ്ലാന്റിനെ വേറൊരു ഫീൽഡിലേക്ക് നമ്മൾ നടാനായിട്ട് എടുക്കരുത്. ദാറ്റ് ഈസ് ഇഫ് ദ പ്ലാന്റ് ഫൗണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വാഴയാണ് കാണുന്നതെങ്കിൽ അതിനവിടെ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്ത് ഫീൽഡ് സാനിറ്റേഷൻ ഒക്കെ നടത്തുക.
ദസ് അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസീസസ് സിട്രസ് കാങ്കർ. ഞാൻ മുന്നേ കാങ്കർ പറഞ്ഞിരുന്നു. സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ എന്ന് പറയുന്നത് ഹിയർ ദ കോസേറ്റീവ് ഓർഗാനിസം ഇസ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ്, അതിന്റെ പേരാണ് സാന്തമോണസ് സിട്രൈ. ഓക്കെ, പഠിച്ചേക്കുക. സാന്തമോണസ് സിട്രൈ ബാക്ടീരിയ ആണ് സിട്രസ് കാങ്കർ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ് മറ്റേ ലീഷൻസ് ഉണ്ടാവുന്നു, എന്താണ് ഇങ്ങനെ ഔട്ട് ഗ്രോത്ത്, വാട്ടി ഔട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഇത് കണ്ടില്ലേ? അതുപോലെ തന്നെ. അപ്പൊ യെല്ലോ ഹാലോ കാണാൻ പറ്റും. ഇപ്പൊ തടിയിലൊക്കെ അങ്ങനെ ഇത് വാട്ടി സ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സിട്രസ് കാങ്കർ. അപ്പൊ ഇതിനെങ്ങനെയാ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഫീൽഡ് സാനിറ്റേഷൻ. അപ്പൊ ഈ ഏതെങ്കിലും ഇൻഫെക്റ്റഡ് പ്ലാന്റ് പാർട്സ് ഉണ്ടെങ്കിൽ ആദ്യം ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ട്വിഗിലോ മറ്റേ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ റിമൂവ് ചെയ്യുക, അതിനെ ബേൺ ചെയ്ത് കളയുക. അപ്പൊ അങ്ങനെ ഫീൽഡ് സാനിറ്റേഷൻ ഒക്കെ നടത്തുക. പിന്നെ ബൈ സ്പ്രേയിങ് ഫംഗിസൈഡ്സ് ലൈക്ക് ബോഡോ മിക്സ്ചർ, ലൈം സൾഫർ ബോഡോ മിക്സ്ചറും ഒക്കെ സ്പ്രേ ചെയ്യുക. പിന്നെ അതുപോലെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസിനെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ ദിസ് സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ ബാക്ടീരിയയുടെ പേരെന്താണ്? കോസേറ്റീവ് ഓർഗാനിസം ആയ ബാക്ടീരിയയുടെ പേരാണ് സാന്തമോണസ് സിട്രൈ. ക്ലിയർ? Then next is grey leaf spot of coconut. കോക്കനട്ടില് പല ഡിസീസസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ട്. അപ്പൊ അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫംഗസ്. ഫംഗസ് മെയിൻലി പൈറിക്കുലേറിയ ഗ്രീസിയ ആൻഡ് പെസ്റ്റിലോസിയ പാമോറിയം. ഇതിനൊക്കെ സിനോണിമം ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് അപ്പൊ അതിന്റെ സ്പീഷീസ് നെയിം വേറെ ആയിരിക്കും. അപ്പൊ എന്തായാലും ജീനസ് നെയിം ഇത് തന്നെയാണ്. പുതിയ പുതിയ വെറൈറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഡിസീസ് കോസിങ് ഫംഗസും ഉണ്ട്. ഗ്രേ ലീഫ് സ്പോട്ട് ഒന്നിൽ കൂടുതൽ ഫംഗസ് ഉണ്ട്. മെയിൻലി ഇതാണ് പൈറിക്കുലേറിയ ഗ്രീസിയ, പെസ്റ്റിലോസിയ പാമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ തെങ്ങുകളിലൊക്കെ കാണുന്നതാണ്. ഇങ്ങനത്തെ ഓല കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഹിയർ ദ സിംറ്റംസ് ഡെവലപ്സ് ഓൺലി ഓൺ ദ ഔട്ടർ വേൾ ഓഫ് ദ ലീവ്സ്. അപ്പൊ ഔട്ടർ വേളിലാണ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് മെയിൻലി ഓൾഡ് ആയിട്ടുള്ള ലീവ്സിൽ. അപ്പൊ ഇവിടെ യെല്ലോ സ്പോട്ട് സറൗണ്ടഡ് ബൈ എ ഗ്രേയിഷ് മാർജിൻ ക്യാൻ ബി സീൻ ഓൺ ദി ലീഫ്ലെറ്റ്. അപ്പൊ അങ്ങനെ ഈ മാർജിനൊക്കെ ഇങ്ങനെ യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ കളർ ഒക്കെ ആവും. പിന്നെ അത് സെൻട്രലിലുള്ള സ്പോട്ട് ഗ്രേയിഷ് വൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ഹാലോ ലൈക്ക് സ്ട്രക്ചർ, ഹാലോ ഫോം ചെയ്ത പോലെ കാണാൻ പറ്റും. ഈ നെക്രോട്ടിക് പാച്ചസ് ഒക്കെ ഉണ്ടാവുകയാണ്. പിന്നെ ആ ലീഫിന്റെ ഡെത്ത് സംഭവിക്കുന്നു. അപ്പം ഒടിഞ്ഞ് തൂങ്ങി വീഴുക, അല്ലെങ്കിൽ ലീഫൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട പോലെ ഒരു ഡയഗണൽ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത പോലെയൊക്കെ വരുന്നില്ലേ? അപ്പൊ അത് ഈ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. Then next, how can we control? കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് ബൈ ഫീൽഡ് സാനിറ്റേഷൻ, ദാറ്റ് ഈസ് റിമൂവ് ആൻഡ് ബേണിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് ലീഫ്. ഇതിനെ കട്ട് ചെയ്തിട്ട് തെങ്ങൊക്കെ വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഹെവി ഡോസസ് ഓഫ് പൊട്ടാഷ് ഇട്ട് കൊടുക്കുക. വെള്ളം കിട്ടുന്നില്ലാതെ നിൽക്കുക. കാരണം ഈ ഫംഗസ് എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ളിടത്ത് ഫംഗസ് വളരും. അപ്പൊ പ്രോപ്പർ ഡ്രെയിനേജ് വേണം. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ്ലി എല്ലാ ഫംഗസിനും അപ്ലൈ ചെയ്യുന്നതാണ് ഈ കോപ്പർ ഉള്ള ഫംഗിസൈഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഈ തെങ്ങിന്റെ മണ്ടയില് ക്രൗണില് ചെയ്യേണ്ടത് കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 1% ബോഡോ മിക്സ്ചർ സ്പ്രേ ചെയ്ത് കളയാം. 0.25% of copper oxide or chloride or 1% of bodo mixture spray ചെയ്ത് കഴിഞ്ഞാൽ we can control grey leaf spot of coconut, and it is caused by fungus Pyrrhucularia griseae അല്ലെങ്കിൽ Pestalozia palmarum. Clear? The next disease is mosaic disease of tapioca. Tapioca mosaic disease is caused by a virus known as TMV, അതായത് ടാപ്പിയോക്ക മൊസൈക് വൈറസ്. ടാപ്പിയോക്കന് വേറൊരു പേര് കൂടിയുണ്ട്, ദാറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കസാവ. ആഫ്രിക്കയിലൊക്കെ കസാവ എന്നാണ് കൂടുതലും പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ആഫ്രിക്കൻ കസാവ മൊസൈക് വൈറസ്.
അപ്പൊ ഈ വൈറസുകളാണ് ടാപ്പിയോക്കയില് മൊസൈക്ക് ഡിസീസ് ഉണ്ടാവുന്നത്. മൊസൈക്ക് എന്ന് പറയുമ്പോ ആ പേര് തന്നെ അറിയാൻ പറ്റൂല്ലേ, ഇങ്ങനെ മൊസൈക്ക് പാച്ചസ് ലീവ്സിലൊക്കെ കാണുന്നു. അപ്പൊ സാധാരണ മോസ്റ്റ്ലി എല്ലായിടത്തും കാണുന്ന ടാപ്പിയോക്കയിലും കാണുന്നതാണ് ഈ ടാപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്. ഈ ലീവ്സ് എല്ലാം ഇങ്ങനെ ചുരുണ്ടുകൂടി ട്വിസ്റ്റ് ചെയ്ത് ലീവ്സിലൊക്കെ മൊസൈക്ക് പാച്ചസ് ഒക്കെ വന്ന് ഒരു യെല്ലോ വൈറ്റ് ഡിസ്കളറേഷൻ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ലൈക്ക് ദാറ്റ് ലീഡ്സ് മോൾട്ടിങ്, അങ്ങനെ മോൾട്ടിങ് സിംറ്റംസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ക്ലോറോഫിൽ ഒന്നും സാധാരണ തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പച്ച കളറൊന്നും ആയിരിക്കില്ല കാണുന്നത്, ഒരു ഇച്ചിരി വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫോട്ടോസിന്തസിസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രീൻ കളർ ഡെവലപ്പ് ചെയ്യാതിരുന്ന എന്താ പറ്റാതെ കണ്ടില്ലേ, ലീഫ് മൊസൈക്ക് ഉണ്ടായിരിക്കുന്ന മൊസൈക്ക് ഡിസീസ്, ലീസ് കണ്ടില്ലേ ചുരുണ്ടിരിക്കുന്നത്, അതുപോലെ യെല്ലോ പാച്ചസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ അങ്ങനെ ലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്യൂബേഴ്സ് ധാരാളമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവില്ല, ഈൽഡ് കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ആൻഡ് അപ്പൊ ഇതൊന്നൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഹൗ ക്യാൻ ബി കൺട്രോൾ ദിസ് TMV? ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഓഫ് കസാവ അല്ലെങ്കിൽ ടാപ്പിയോക്ക റെസിസ്റ്റൻസ് ടു മൊസൈക്ക് ഡിസീസ് കാണിക്കുന്നു. മൊസൈക്ക് ഡിസീസിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന വെറൈറ്റീസിന് പ്ലാന്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഈ കട്ടിങ്സ് ആണല്ലോ ഇത് എടുക്കുന്നത്, പ്രൊപ്പഗേഷൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കട്ടിങ്സ്, പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് അല്ലാത്ത കട്ടിങ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഡിസീസ് പ്ലാന്റ്സിനെ എല്ലാം അവിടുന്ന് മാറ്റി ഹെൽത്തി വൺസിനെ മാത്രം വളർത്തുക ഒരു ഫീൽഡിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ടാപ്പിയോക്ക മൊസൈക്ക് ഡിസീസസ് ഇല്ലാതെ നോക്കാൻ പറ്റും. ഓക്കെ. ടാപ്പിയോക്ക മൊസൈക്ക് ഡിസീസിന്റെ കോസോട്ടീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്തെന്നാ പറഞ്ഞത്? വൈറസ്. വൈറസിന്റെ പേരെന്താണ്? ടാപ്പിയോക്ക മൊസൈക്ക് വൈറസ് ഓർ ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ്. ക്ലിയർ? Then next is ക്യൂക്ക് വിൽട്ട് ഓഫ് പെപ്പർ. പേര് തന്നെ ഉണ്ട്, ക്യൂക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ദ്രുതവാട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ക്യൂക്ക് വിൽട്ട് ഓഫ് പെപ്പർ. അപ്പൊ ഈ ക്യൂക്ക് വിൽട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഫംഗസ്, ഫംഗൽ ഡിസീസ് ആണ് ക്യൂക്ക് വിൽട്ട് ഓഫ് പെപ്പർ. ആൻഡ് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഫൈറ്റോപ്തോറ ക്യാപ്സിസൈ. ഫൈറ്റോപ്തോറ ക്യാപ്സിസൈ ആണ് കോസ് ചെയ്യുന്നത്. ഇതിന്റെ ലീഫിൽ കണ്ടില്ലേ, ലീഫിന്റെ ടിപ്പിൽ അല്ലെങ്കിൽ ലീഫിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ പാച്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മോസ്റ്റ്ലി എല്ലാ പ്ലാന്റ് പാർട്ടിനെയും അഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാന്റിലെ റൂട്ടിൽ, സ്റ്റെമ്മ്, ലീസിൽ, ബെറീസിനെയൊക്കെ അഫക്ട് ചെയ്യും. അപ്പം ഇറ്റ് ലീഡ്സ് ടു റോട്ടിങ്. അപ്പൊ ഈ ഇത് ദ്രുതവാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പേര് പറയുന്ന പോലെ തന്നെ ഇഫ് ഇറ്റ് ഗെറ്റ് ഇൻഫെക്റ്റഡ് ദ പ്ലാന്റ് വിൽ ഡൈ വിത്തിൻ 2 to 3 weeks. അപ്പം പിന്നെ അതുപോലെ തന്നെ ഡൈബാക്ക് സിംറ്റംസ് കാണിക്കുന്നു. ഡൈബാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡൈബാക്ക്? അപ്പം ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഈ ഒക്കെ ഉണ്ടാവും. അത് എവിടെ നിന്നാണ്? ഫ്രം ദി അപ്വേർഡ്സ് ടു ഡൗൺവേർഡ്സ്, ടിപ്പ് നിന്ന് താഴോട്ട്. അതിനെയാണ് ഡൈബാക്ക് എന്ന് പറയുന്ന ആ സിംറ്റത്തിന്. അപ്പം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഉണങ്ങി വരികയാണ് ചെയ്യുന്നത് ഡൈബാക്ക്. അപ്പൊ അങ്ങനെ ഇവിടെ ഈ കുരുമുളകിൽ ഡൈബാക്ക് സിംറ്റംസ് കാണാൻ പറ്റും. വെയിൻസ് ഒക്കെ ഒടിഞ്ഞു തൂങ്ങി താഴെ വീണ് അത് നശിച്ചു പോവാണ് ചെയ്യുന്നത്. ക്ലിയർ? And how can we control? Can control by using resistant varieties. പിന്നെ അതുപോലെ തന്നെ 1% പോഡോ മിക്സ്ചർ സ്പ്രേ ചെയ്യുക മൺസൂൺ എത്തുന്നതിന് മുന്നേ തന്നെ. ഡ്രെയിനേജ് ഉണ്ടോന്ന് നോക്കുക. പിന്നെ ഏതെങ്കിലും ഇൻഫെക്റ്റഡ് പാർട്സിനെയൊക്കെ റിമൂവ് ചെയ്ത് ബേൺ ചെയ്ത് കളയുക. പിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ബയോളജിക്കൽ കൺട്രോൾ യൂസിങ് ട്രൈക്കോഡെർമ വിരിഡെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ? And that is about ക്യൂക്ക് വിൽട്ട് ഓഫ് പെപ്പർ, കോസോട്ടീവ് ഓർഗാനിസം, ഫൈറ്റോപ്തോറ ക്യാപ്സിസൈ. It is a fungal disease. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ ഡിസീസസ്. ദെൻ നെക്സ്റ്റ് അപ്പൊ നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹു ഈസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ മൈക്കോളജി? അപ്പൊ ഇതിൽ ആൻസേഴ്സ് KC മേത്ത, EJ ബട്ട്ലർ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും EJ ബട്ട്ലർ ആണ്. എഡ്വിൻ ജോൺ ബട്ട്ലർ എന്നാണ് ഫുൾ നെയിം. അപ്പം ഐറിഷ് സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇയാളാണ് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ മൈക്കോളജി. കൂടാതെ പ്ലാന്റ് പാത്തോളജിയുടെയും ഫാദർ എന്ന് പറയുന്നത് ആരാണ്? EJ ബട്ട്ലർ. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? അപ്പൊ ഇതില് ഇതിന്റെ എല്ലാം വൈറ്റ്
വൈറ്റ് റസ്റ്റ് എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ഇറ്റ് ഈസ് കോസിങ് എ ഡിസീസ് ഇൻ മസ്റ്റാർഡ്. മസ്റ്റാർഡിൽ ഉണ്ടാവുന്നതാണ് വൈറ്റ് റസ്റ്റ്. അത് കറക്റ്റ് ആണ്. പിന്നെ പാഡിയിൽ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബ്രൗൺ റസ്റ്റ്. പിന്നെ ഗ്രൗണ്ട് നട്ടിൽ ഉണ്ടാവുന്നതാണ് ടിക്ക ഡിസീസ്. അപ്പൊ വീറ്റിൽ ഉണ്ടാവുന്നത്, അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്. മാച്ചിങ് ഫോം വീട്ടിൽ തന്നിട്ടില്ല. വീട്ടിൽ ഉണ്ടാവുന്ന ഡിസീസസ് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ബ്ലാക്ക് റസ്റ്റ് ഓഫ് വീറ്റ് കോസ്ഡ് ബൈ പക്സീനിയ ഗ്രാമിനിസ്. ട്രിറ്റിക്കയാണ് വീട്ടില് ഈ ബ്ലാക്ക് റസ്റ്റ് ഉണ്ടാക്കുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഇസ് വാം. വാം എന്തെന്നാ? വാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെസിക്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ. ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് വാം എന്ന് പറയുന്നത്. വെസിക്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ. അപ്പൊ ഈ ഇവിടെ ബാക്ടീരിയ ആണോ വാം ഉണ്ടാക്കുന്നത്, ഫംഗസ് ആണോ, വൈറസ് ആണോ, ആൽഗ ആണോ? ഫംഗസ് ആണ്. അപ്പൊ ഫംഗസ് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നു. എങ്ങനെ? ഏതുമായിട്ട്? ഇപ്പൊ ട്രീസ് അല്ലെങ്കിൽ മോസ്റ്റ്ലി ലാർജ് പ്ലാന്റ്സിന്റെ റൂട്ടില് ഈ മൈക്കോറൈസൽ അസോസിയേഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് എവിടെയാണ് കാണുന്നത് വെച്ചാൽ ഈ വാം ഫംഗൈ നമുക്ക് കാണാൻ പറ്റുന്ന ഏത് റൂട്ടിലാണെന്ന് വെച്ചാൽ ചില സോയിലൊക്കെ ഫോസ്ഫറസിന്റെ കണ്ടന്റ് കുറവായിരിക്കും. ഫോസ്ഫറസ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സോയിലൊക്കെയാണ് അവിടെ കാണുന്ന മരങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ പ്ലാന്റ്സിലെല്ലാം വാം ഫോം ചെയ്തിട്ടാവും. മോസ്റ്റ്ലി ലാർജ് ട്രീസിലൊക്കെ കാണുന്നതാണ് ഈ വാം അസോസിയേഷൻ. ക്ലിയർ? Then next, damping off and leaf blights are effectively checked by damping off cause ചെയ്യുന്ന ഓർഗാനിസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ലീഫ് ബ്ലൈറ്റ് എങ്ങനെയാണ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫംഗൽ ഡിസീസ് അല്ലേ? ഫംഗൽ ഡിസീസിനെ ദാറ്റ് ഈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുക? ബോഡോ മിക്സ്ചർ ഉണ്ട്, അതും യൂസ് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ട് അവിടെ ഇവിടെ കോപ്പർ ഓക്സിക്ലോറൈഡ് ഉള്ളതുകൊണ്ട് കോപ്പർ ഓക്സിക്ലോറൈഡ് ആണ് എഫക്റ്റീവ്ലി ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then ineffective spores in റസ്റ്റിന്റെ ലൈഫ് സൈക്കിൾ. റസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. റസ്റ്റ് ഏതിലാണ് കോസ് ചെയ്യുന്നത്? ബ്ലാക്ക് സ്റ്റെം റസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? ബ്ലാക്ക് സ്റ്റെം റസ്റ്റ് ഇറ്റ് ഈസ് കോസിങ് ഇൻ വീറ്റിൽ ഉണ്ടാവുന്നതാണ് റസ്റ്റ്. അപ്പൊ ഈ റസ്റ്റ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പക്സീനിയ ഗ്രാമിനിസ് ആൻഡ് അപ്പൊ ഈ പക്സീനിയ ഗ്രാമിനിസ് ആണ് റസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് ഇതില് മെയിൻലി എന്താ ഡൈക്കാരിയോട്ടിക് മൈസീലിയം ആണ്. എന്ന് വെച്ചാല് അതിന്റെ ലൈഫ് സൈക്കിളിൽ 2 സ്പോറുള്ള സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. അതിനെ കണ്ടില്ല ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഇൻഎഫക്റ്റീവ് സ്പോർസ് ഇൻ റസ്റ്റ് ലൈഫ് സൈക്കിൾ. അതിന്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇതില് യൂറിഡോസോസ്, ഏഷ്യോസ്പോസ്, യൂറിഡോസ്പോസ് ആൻഡ് ടീലിയോസ്പോസ് ആൻഡ് ബെസിഡിയോസ്പോസ്, പിഗ്നിയോസ്പോസ് ആൻഡ് യൂറിഡോസ്പോസ്. അപ്പൊ ഇതില് ലൈഫ് സൈക്കിൾ ഓഫ് പക്സീനിയയുടെ ലൈഫ് സൈക്കിൾ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് ഏതെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ കാണാം ഇതിനെ പറ്റിയിട്ട്. അപ്പൊ മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പൊ എങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ? യൂറിഡോസോസ്, അസിയോസ്പോസ്, ടെലിയോസ്പോസ്, ബെസിഡിയോസ്പോസ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. അതായത് യൂറിഡിനൽ സ്റ്റേജ് ഉണ്ട്, ടീലിയൽ സ്റ്റേജ് ഉണ്ട്. യൂറിഡിനൽ സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ് യൂറിഡോസോസ്. കണ്ടോ? യൂറിഡോസോസ്. പിന്നെ അതുപോലെ തന്നെ ടെലിറ്റോസോസ് ഉണ്ടാവുന്നുണ്ട്. ടെലിറ്റോസോറസ് അതിലുണ്ടാവുന്ന ടെലിറ്റോസ്പോർ. പിന്നെ ബെസിഡിയൽ സ്റ്റേജ് ഉണ്ട്. അവിടെ ബെസിഡിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബെസിഡിയോ സ്റ്റേജില്. അപ്പൊ ഈ ബെസിഡിയോ സ്റ്റേജ് പിന്നീട് പിഗ്നിയോസ്പോസ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ അസിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് പിഗ്നീഡിയ, സ്പെർമറ്റോ പിഗ്നി, എസർവുലൈ ഒക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ ഫംഗസില്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻഎഫക്റ്റീവ് സ്പോർസ് എന്ന് പറയുന്നത് യൂറിഡോസ്പോസും എസിയോസ്പോസും ആണ്. ഓക്കെ. എസിയോസ്പോസും യൂറിഡോസ്പോസും ആണ് ഇൻഎഫക്റ്റീവ് സ്പോർസ് എന്ന് പറയുന്നത്. ഈ യൂറിഡോസ്പോസ് എന്ന് പറയുന്നത് ഏതിലാണ്? വീറ്റിലാണ് കാണുന്നത്. അതുപോലെ ടെലിറ്റോസ്പോസും വീറ്റിലാണ് കാണുന്നത്. യൂറിഡോസ്പോസ് വീറ്റില് അതായത് സിംഗിൾ സെൽഡ് ആയിട്ടാണ് കാണുന്നത് യൂറിഡോസ്പോസ്. പിന്നെ എസിയോസ്പോസ് എന്ന് പറയുന്നത് എവിടെയാണ്? എസിഡിയൽ കപ്പ് ഫോം ചെയ്യുന്നുണ്ട്. എസിഡിയൽ കപ്പ്. അപ്പൊ ഈ എസിഡിയൽ കപ്പിലാണ് നമുക്ക് എസിഡിയോസ്പോസ് കാണുന്നത്. ഈ എസിഡിയോസ്പോസ് അല്ലെങ്കിൽ ഈ എസിഡിയൽ കപ്പ്, എസിഡിയം അതുപോലെ പിഗ്നീഡിയം.
പിക്നീഡിയം എസീഡിയം കണ്ടല്ലേ, പിക്നീഡിയോസ്പോർസ്. ഈ പിക്നീഡിയോസ്പോർസ് ഉണ്ടാവുന്നത് ഏതിലാണ്? പിക്നീഡിയം. നമ്മൾ ആ പിക്നീഡിയത്തിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിരുന്നു മുന്നേത്തെ ക്ലാസ്സിൽ. അപ്പൊ ആ പിക്നീഡിയം എന്ന് പറയുന്നത് ലീഫിന്റെ അപ്പർ പാർട്ടിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എസീഡിയം എന്ന് പറയുന്നത് ലീഫിന്റെ ലോവർ എപ്പിഡാമസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അപ്പം ഈ പിക്നീഡിയോസ്പോർസ് അല്ലെ, പിക്നീഡിയവും ദെൻ അസീഡിയോസ്പോർസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ബാർബറി പ്ലാന്റിലാണ്. ബാർബറി പ്ലാന്റ്. ഓക്കെ. അപ്പൊ പക്സീനിയ ഇൻഫെക്ട് ചെയ്യുന്നത് വീറ്റിലാണ്. അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ് ആണ് ബാർബറി പ്ലാന്റ്. അപ്പൊ ഈ ബാർബറി പ്ലാന്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ പിക്നീഡിയൽ സ്റ്റേജും അസീഡിയൽ സ്റ്റേജും കാണാൻ പറ്റുന്നത്. ക്ലിയർ? Then next, the science which deals with the cause of plant disease and nature of causing causal agent എന്ന് പറയുന്നത് ഏതാണ്? എറ്റിയോളജി ആൻഡ് ഈറ്റിയോളജി. ഓക്കെ, ഡിസീസസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതിനെയാണ് എറ്റിയോളജി അല്ലെങ്കിൽ എറ്റിയോളജി എന്ന് പറയുന്നത്. Then see the sexual thick-walled and rusting spores of rusty fungi is known as teleospores. Teleospores thick-walled ആണ്, അല്ലെങ്കിൽ telutospore are produced in the beet leafിലാണ് ടെലിറ്റോസോറസ് ഒന്നിച്ചിങ്ങനെ സോറസ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ ടെലിറ്റോസ്പോർസ് കാണുന്നത്. എന്താ, ഒരു തിക്ക് വാളുണ്ട്, മേഡപ്പ് ഓഫ് എക്സൈൻ ആൻഡ് എൻടൈൻ. തിക്ക് വാൾഡ് ഉണ്ട്, അതിൽ രണ്ട് സെല്ലായിട്ട് രണ്ട് സെല്ലിനകത്തും ഓരോരോ ന്യൂക്ലിയസ് കാണാൻ പറ്റും ടെലിറ്റോസ്പോറിൽ. ഓക്കെ, ഓൾസോ നോൺ ആസ് ടെലിയോസ്പോർസ്. തിക്ക് വാൾഡ് ആണ്, റസ്റ്റിംഗ് സ്പോർസ് ആണ്. ഡാമ്പിംഗ് ഓഫ് ഇസ് കോസ്ഡ് ബൈ പിത്തിയം ഡിബാരിയാനം പറഞ്ഞിരുന്നത്. കോളുമിലേറ്റ് സ്പൊറാൻജിയ അത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മ്യൂക്കർ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പെൻസീലിയം. ഇൻ പെൻസീലിയം ദ കൊണീഡിയ ആർ പ്രൊഡ്യൂസ്ഡ് എവിടെയാണ്? സോറയിലാണോ? അൺബ്രാഞ്ച് കൊണീഡിയോഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇൻ ബ്രാഞ്ച് കൊണീഡിയോഫോഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ദ ആൻസർ ഇസ് ഓൺ ബോത്ത് ബ്രാഞ്ച്ഡ് ആൻഡ് അൺബ്രാഞ്ച്ഡ് കൊണീഡിയോഫോഴ്സ്. അപ്പൊ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ അബൌട്ട് പ്ലാന്റ് പാത്തോളജിയിലെ symptoms of plant diseases and some of the diseases and their causative organisms. ഇത്രയും കൃത്യമായി പഠിച്ചേക്കുക. ഓക്കെ, താങ്ക് യു.